ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചെറിയ ഡെറിവേഷനാണ്. അതായത് നമുക്ക് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, സ്ട്രെയിറ്റ് വയർ. ആ വയറ് കാരണം ഒരു Z യൂണിറ്റ് അകലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു Z യൂണിറ്റ് അകലെയുള്ള ഒരു പോയിന്റിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് കണ്ടെത്തണം. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷനാണ്. നമുക്കറിയാം, കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും, മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ നമുക്ക് ബയോട്ട്-സവാർട്ട് ലോ യൂസ് ചെയ്യാം. അതായത് ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ബയോട്ട്-സവാർട്ട് ലോ ആണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഡിയ, ഒരു ഡിഫറൻഷ്യൽ ലെങ്ത് ഈ കണ്ടക്ടറിന്റെ മുകളിൽ നമ്മൾ തരും. അതായത് കണ്ടക്ടറിന്റെ വളരെ ചെറിയൊരു പീസ് നമ്മൾ തരും. പീസിന്റെ ലെങ്ത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. സോ ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പോയിന്റ് ഇറ്റ്സെൽഫ്. ഒരു പോയിന്റ് തന്നെയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു DL ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാം. എന്നിട്ട് ഇതേപോലെയുള്ള ലെങ്ത് ഈ കണ്ടക്ടറിന്റെ മുകളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതെല്ലാം, ആ ഡിഫറൻഷ്യൽ ലെങ്ത് എല്ലാം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എടുത്തിട്ട് അതിന്റെ നെറ്റ് ഇഫക്റ്റ് കണ്ടാൽ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഈ ഒരു കണ്ടക്ടർ കാരണം ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടും. അതാണ് നമ്മളുടെ ഐഡിയ. നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്. സോ നമ്മൾ ഈ DL ഡിഫറൻഷ്യൽ, അതായത് ഡിഫറൻഷ്യൽ ലെങ്ത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം ബയോട്ട്-സവാർട്ട് ലോ പ്രകാരം. അപ്പൊ നമുക്ക് എഴുതാം, dB is equal to μ0 divided by 4 pi I cross IDL cross R vector divided by R cube. This is the Biot-Savart law. നമുക്കറിയാം, രണ്ട് വെക്ടേഴ്സ് തമ്മിലാണ് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വെക്ടേഴ്സ് ആയിരിക്കണം. സോ IDL എന്ന് പറഞ്ഞ ഒരു വെക്ടറാണ്. ആ വെക്ടറിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് R എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ എലമെന്റിൽ നിന്നും നമ്മുടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ R. R വെക്ടർ ഉദ്ദേശിച്ചാൽ നമുക്കറിയാം, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഈ ഡിഫറൻഷ്യൽ എലമെന്റ് ആണ് ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തുന്നത്. സോ ദിസ് ഈസ് ദ റെഫറൻസ് പോയിന്റ്. അപ്പം ഈ റെഫറൻസ് പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വരയ്ക്കുന്ന പൊസിഷൻ വെക്ടർ ആണ് നമ്മൾ ഈ R വെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് R. ഇനി നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന്റെ ഡയറക്ഷനെ കുറിച്ച് നമുക്കൊരു ധാരണ.
നമുക്ക് വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല, ഡയറക്ഷൻ നോക്കി വേണം ആഡ് ചെയ്യാൻ. സോ ഇതിന്റെ ഡയറക്ഷൻ നോക്കണമെങ്കിൽ നമുക്ക് ഐഡിയൽ ക്രോസ് ആറിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. സോ ഐഡിയൽ എന്ന് പറയുകയാണെങ്കിൽ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കറണ്ട് ഡയറക്ഷൻ ആണ്. ആർ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ ഐഡിയൽ ക്രോസ് ആറ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഐഡിയൽ ഡയറക്ഷൻ ഇത്, ആർ ഡയറക്ഷൻ ഇത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ നമ്മൾ തിരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സ്ക്രൂ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അത് നേരെ പൊങ്ങി വരും, ഉള്ളോട്ടല്ല പോവുക, പുറത്തോട്ട് വരും. സോ ഈ കേസിൽ ഈ ഡി എൽ കാരണം, അതായത് ഈ ഡിഫറൻഷ്യൽ ലെങ്ത് കാരണം, കറണ്ട് കയറി ചെയ്യുന്ന ഈ ഡിഫറൻഷ്യൽ ലെങ്ത് കാരണം ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ബോർഡിൽ നിന്ന് നേരെ നമ്മളുടെ അടുത്തേക്ക് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇനി നമ്മൾ ഇതേ ഡിഫറൻഷ്യൽ ലെങ്ത് നമ്മൾ ഈ കണ്ടക്ടറിന്റെ മുകളിൽ എവിടെ കരുതിയാലും പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ ഡിഫറൻഷ്യൽ ലെങ്ത് കാരണവും ഉണ്ടാവുന്ന കറണ്ട് എല്ലാ ഡിഫറൻഷ്യൽ ലെങ്ത് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ് സെയിം ആണെന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ആ ഡിഫറൻഷ്യൽ ലെങ്ത് കാരണം ഉണ്ടാവുന്ന എല്ലാ DBസും കൂടെ ആഡ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഇത് ഡിഫറൻഷ്യൽ ലെങ്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. ഇവിടെ ഡിഫറൻഷ്യൽ ലെങ്ത് തൊട്ടടുത്ത് വേറെ ഒന്ന്, തൊട്ടടുത്ത് വേറെ ഒന്ന്, ഇതെല്ലാം കാരണം ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആഡ് ചെയ്യണം. ചുമ്മാ ആഡ് ചെയ്യാന്ന് പറയാനുള്ള കാരണം എല്ലാ ഡയറക്ഷനും സെയിം ആണ്, അതുകൊണ്ടാണ് നമുക്ക് ആഡ് ചെയ്യാന്ന് പറയുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, കണ്ടിന്യൂസ് അഡീഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇന്റഗ്രേഷൻ. സോ നമ്മൾ ഈ ഒരു ഡെറിവേഷന് ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഡയറക്ഷൻ നമുക്ക് കാര്യമില്ല, കാരണം ഡയറക്ഷൻ നമുക്ക് അറിയാം ഓൾറെഡി. ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം ചെയ്താൽ മതി, ജസ്റ്റ് ഇന്റഗ്രേഷൻ നടത്തിയാൽ മതി. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫോം എഴുതുകയാണെങ്കിൽ dB is equal to mu0 divided by 4 pi IDL, ഐഡിയൽ ക്രോസ് ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആർ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ആർ, ഇടയിലുള്ള ആംഗിളിന്റെ സൈൻ. ഇത് നമുക്ക് തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ ബൈ ആർ ക്യൂബ്. സോ ഇതിന്നൊരാറ് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആർ സ്ക്വയറിന് കിട്ടും. സോ mu0 divided by 4 pi IDL sin theta divided by r സ്ക്വയറിനെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡി എൽ ഈ സൈഡിൽ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ഇതായാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുമായിട്ട് പൊസിഷൻ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. സോ ഈ എക്സ്ട്രീം കേസിൽ ഇത്രയും ആയിരിക്കും ആംഗിൾ. ഇവിടെ നമ്മൾ ഡി എൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കേസിൽ ഇത്രയുമായിരിക്കും, ഇവിടെ മുതൽ ഇവിടെ മുതൽ ഇത്രയുമായിരിക്കും ആ എക്സ്ട്രീം കേസിലുള്ള ആംഗിൾ 5. സോ വലത്തോട്ട് മാക്സിമം പോയാൽ 5 വരെ എത്തും, ഇടത്തോട്ട് മാക്സിമം പോയാൽ 5 വരെ എത്തും. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
നമ്മൾ ഈ തീറ്റയുടെ ലിമിറ്റ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. തീറ്റയല്ല ഫൈ ആണ് ഇവിടെ വേരി ചെയ്യുന്നത്. അതായത് ഈ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ലെങ്ത്തിൽ നിന്ന് പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മൾ ഇവിടെ വേരി ചെയ്യിക്കുന്നത്. സോ ഈ തീറ്റയെ നമുക്ക് ഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. ഇത് 90, ഇത് 5. അപ്പൊ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ട്രയാംഗിളിന്റെ ഈ ഒരു ആംഗിള് നമുക്ക് 90 - 5 ആണെന്ന് പ്രൂവ് ചെയ്യാം. 90 - 5. സോ 90 - 5 + 5 90, 90 + 90 180. ഇത് 90 - 5. ഇത് നമുക്കറിയാം ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളും ഈ 90 - 5 കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 180 കിട്ടണം. സോ തീറ്റ ഷുഡ് ബി 90 + 5. Or external angle will be equal to the sum of the distant interior angles എന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. എങ്കിലും നമുക്ക് തീറ്റ ഈക്വൽ ടു 90 + 5 കിട്ടും. സോ ഈ 90 + 5 നമ്മൾ തീറ്റ ഈക്വൽ ടു 90 + 5 ഇതിലേക്ക് കൊടുക്കാൻ പോവാണ്. ഇത് കൊടുക്കാനുള്ള കാരണം നമ്മൾ ഫൈന്റെ ടേമിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഫൈ ആണ് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിമിറ്റ്സ്. 5 5 എക്സ്ട്രീം ലിമിറ്റ്സ്. So mu0 divided by 4 pi I dl sin of 90 + 5, this is cos phi. തീറ്റയെ നമ്മൾ 90 + 5 വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ cos phi ആയി ഡിവൈഡഡ് ബൈ r². ഈ ഒരു എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് വേരിയബിൾസ് കാണാം. ഫൈ വേരി ചെയ്യും. ഈ ഡി എൽ നമ്മൾ മാറ്റി മാറ്റി എടുക്കുന്നതനുസരിച്ചിട്ട് ഫൈക്ക് വേരിയേഷൻ ഉണ്ടാവും, ആറും വേരി ചെയ്യും. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സിംഗിൾ വേരിയബിളോട്ട് മാറ്റും. ആ വേരിയബിൾ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഫൈ ആണ്. 5 to 5 ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്തുണ്ടാവുന്ന വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇനി ഫൈ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിനെല്ലാം ഫൈയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഡി ബി ഇസ് ഈക്വൽ ടു mu0 divided by 4 pi I dl divided by r². നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോറി, ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പറയണം. ഈ പോയിന്റിൽ നിന്ന്, അതായത് ഈ Z എന്ന് പറഞ്ഞ് ഈ ഡിസ്റ്റൻസ് ഈ നമ്മുടെ കണ്ടക്ടറുമായിട്ട് ജോയിൻ ചെയ്ത പോയിന്റിൽ നിന്ന് ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന നമ്മളുടെ ഡിഫറൻഷ്യൽ ലെങ്ത്തിലേക്കുള്ള അകലം നമ്മൾ L ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ r² നമുക്ക് ഈ r² നമുക്ക് Z² + L² എഴുതാം. സോ Z² + L² cos phi. നമ്മളുടെ ഇന്റഗ്രേഷൻ വരേണ്ടത് ഫൈയിലാണ്. അപ്പൊ ഇവിടുന്ന് ഡി എൽ പോവണം. ഡി എൽ ഡി ഫൈയിലോട്ട് മാറ്റപ്പെടണം. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡി എൽ ഫൈയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഡി എൽ ഡി ഫൈ ആയിട്ട് മാറ്റപ്പെടണമെങ്കിൽ നമ്മൾ ഈ എല്ലിനെയും ഫൈയെയും കണക്ട് ചെയ്യണം. സോ എല്ലിനെയും ഫൈയെയും കണക്ട് ചെയ്യുമ്പോൾ അതിൽ എല്ലും ഫൈയും മാത്രമേ വേരിയബിൾ ആയിട്ട് വരാൻ പാടുള്ളൂ, വേറെ ഒരു വേരിയബിൾസ് കണക്ട് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ നമുക്ക് എല്ലിനെയും ഫൈനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ടാൻ ഫൈ ആണ്. ടാൻ ഫൈ എന്ന് പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. സോ L/Z വരും. സോ ഇതിനകത്ത് നോക്കിയാൽ എല്ലും ഫൈയും മാത്രമേ വേരിയബിൾ ഉള്ളൂ. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ L is equal to നമുക്ക് Z into tan phi എന്ന് എഴുതാം. Or dl by d phi is equal to Z into sec² phi എന്ന് എഴുതാം. Or dl equal to Z into
സീക്ക് സ്ക്വയർ ഫൈവ് ഇൻറ്റു ഡി ഫൈവ് എന്ന് എഴുതാം. അപ്പോൾ ഡി എൽ നമ്മൾ ഡി ഫൈയിലോട്ട്, അതായത് ഡി എൽ നമ്മൾ ഫൈയിലോട്ട് മാറ്റിക്കഴിഞ്ഞു. ഡി എൽ ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു സീക്ക് സ്ക്വയർ ഫൈവ് ഇൻറ്റു ഡി ഫൈവ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മാറ്റിയെടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഡി ബി ഈക്വൽ ടു മ്യൂ 0 ഡിവൈഡഡ് ബൈ 4 പൈ ഐ. ഡി എല്ലിന് പകരം നമുക്ക് ഇത് എഴുതാം ഇസഡ് സീക്ക് സ്ക്വയർ ഫൈവ് ഡി ഫൈവ്, ദാറ്റ് ഈസ് ഡി എൽ. ദെൻ അതിന്റെ കൂടെ കോസ് ഫൈവ് ഡിവൈഡഡ് ബൈ എൽ എന്നതിനെ നമുക്ക് ഇസഡ് ടാൻ ഫൈവ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ടാൻ സ്ക്വയർ ഫൈവ്. So dB becomes mu 0 by 4 pi I z sec square phi cos phi d phi ഞാൻ അവസാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് by z square into 1 plus tan square phi ഈ കേസിൽ. അപ്പോൾ നമുക്ക് sec square phi കിട്ടും. z സ്ക്വയർ കോമൺ ആണ്, പുറമേക്ക് മാറ്റിയാൽ 1 plus tan square phi sec square phi വന്നു. sec square phi യും sec square phi യും നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഒരു z ക്യാൻസൽ ചെയ്യാം. സോ നമ്മളുടെ dB equal to mu 0 I by 4 pi z cos phi d phi. ഇപ്പൊ നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും ഇൻ ടേംസ് ഓഫ് ഫൈ. ഇതില് ഫൈ ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. Now the magnetic field at the given point due to the conductor B equal to integral ഈ ഒരു ഇക്വേഷനെ ഫ്രം θ1 to θ2 ഇന്റഗ്രേറ്റ് ചെയ്യാം. θ1 to θ2 mu 0 I divided by 4 pi z into cos phi d phi. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്താൽ നമ്മളുടെ ആൻസറായി. സോ കോസ് ഫൈയുടെ ഇന്റഗ്രേഷൻ സൈൻ ഫൈ ആണ്. സോ ബി ഈക്വൽ ടു mu 0 I divided by 4 pi z sin phi from phi 1 to phi 2. θ അല്ല phi ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, phi 1 to phi 2. That's equal to B equal to mu 0 I divided by 4 pi z sin phi 2 minus sin phi 1. This is the expression. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് സ്പെഷ്യൽ കേസസ് വരാം. ഇതിപ്പോ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിരുന്നെങ്കിൽ, ഈ ഒരു കണ്ടക്ടർ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിരുന്നെങ്കിൽ
നമുക്കറിയാം ഇത് പോയി 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 അങ്ങോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഈ ഫൈ വാല്യൂ കൂടി വരും. അപ്പൊ ഇൻഫൈനൈറ്റ്ലി ലോങ് എന്ന് പറയുമ്പോൾ ഇത് കൂടി ഈ ലെവലിലെത്തും. കണ്ടക്ടറുടെ ലെങ്ത് ഇൻഫിനിറ്റി ആവുമ്പോൾ ഈ ഫൈ എന്ന് പറഞ്ഞ ആംഗിള് കൂടിയിട്ട് 90 ഡിഗ്രി ആവും. സോ θ2 ആ കേസിൽ 90 ഡിഗ്രി എടുക്കുക. ഇതും അതുപോലെ തന്നെ ഇങ്ങോട്ട് ലെങ്ത് അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കറിയാം ഈ ഒരു ആംഗിള് 90 ഡിഗ്രി ആവും. ദാറ്റ് ഇസ് φ1 90 ഡിഗ്രി ആവും. സോ φ1 നമ്മൾ ഈ ഇസഡിനെ ബേസ് ചെയ്തിട്ട് ഇടത്തോട്ട് എടുക്കുന്നത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കും. ഇത് പോസിറ്റീവ് ആംഗിൾ ആണ്, ഇത് നെഗറ്റീവ് ആംഗിൾ ആണ്. സോ നമ്മൾ θ1 ആ കേസിൽ -90 ഡിഗ്രി എടുക്കും. ലോങ് straight conductor V will be mu0 I by 4 pi z into sin 90 minus sin minus 90. So it becomes 2. Therefore the answer will be mu0 I divided by 2 pi z down. Answer. ഇനി ഇത് നമ്മൾ ഒരു എൻഡിലാണ് ചോദിക്കുന്നതെങ്കിൽ, ഇതിന്റെ ഒരു എൻഡിലാണ് ഈ ഒരു കാര്യം ചോദിക്കുന്നതെങ്കിൽ θ1 ആ കേസിൽ 0 ആയിരിക്കും. θ2 മാത്രമേ ആ കേസിൽ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഈ റൈറ്റ് സൈഡിലോട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് പോണ കേസ്, ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് മോസ്റ്റ് എൻഡ് ഇതിനൊരു ഒരു റേ പോലെ, അതായത് ഒരു ഇനീഷ്യൽ പോയിന്റ് ഉണ്ട് പക്ഷെ ഫൈനൽ പോയിന്റ് ഇല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ കേസിൽ θ1 0 ഡിഗ്രി ആയിരിക്കും, θ2 90 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെയൊക്കെ നമുക്ക് ഇതേ ക്വസ്റ്റ്യനിൽ സ്പെഷ്യൽ കേസസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.